ഇതുപോലെ 2 പുകയും വിട്ട് പടിഞ്ഞാറൻ കാറ്റും കൊണ്ട് 2 അടിക്കാനേ ദേ ഇവിടെ ഈ ഉമ്മറത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താടോ, തൊമ്മിച്ചൻ ബിസിനസ് നിർത്തിയോ? അതല്ല, സാമൂഹ്യ പ്രവർത്തകൻ സതീഷ് വെട്ടുപാറയെ പേടിച്ചിട്ടിരിക്കും. ഒരു സതീഷ് വെട്ടുപാറ തമ്പാണെന്ന് കേട്ടിട്ടുണ്ടോ നീ? വള്ളുവക്കടവ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട എല്ലാ പഞ്ചായത്തിലെയും മയക്കുമരുന്ന് മാഫിയയെ വേരോടെ പിഴുതെറിഞ്ഞവൻ, CMന്റെ വിശ്വസ്തൻ, DGP അബി കുരുളയുടെ റൈറ്റ് ഹാൻഡ്. അതുകൊണ്ട് അവൻ്റെ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതാണ് നമ്മളും. അയാളെ പേരെന്താ പറഞ്ഞു? തമ്പ, ബിനു തമ്പ. ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ താൻ എന്നെ കോപ്പനാടോ കാക്കിയിട്ട് ഇറങ്ങി തിരിച്ചേ? സന്തോഷ്, ഇവൻ്റെ വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി. അമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഈ മരുന്ന് കഴിച്ചാൽ മതി. 3 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച ഷോപ്പിൽ വന്ന് കാണിച്ചാൽ മതി. വേണ്ട വേണ്ട, ഇത് നീ തന്നെ വെച്ചോ. അമ്മേ, ഇന്ന് ഓപ്പിയുള്ള ദിവസമാണേ. 10 മണിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണം. ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടെ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. നിങ്ങൾ ഇവിടെ ഒരുങ്ങിന്നോ? ഞാൻ പോവാ. ഡോക്ടർ നാൻസി തൊമ്മിച്ചൻ. ആഹാ, ഇതാരാ? വേണുവേട്ടനോ? ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. തൊമ്മിച്ചനല്ലേ? ഇച്ചായൻ പുറത്തു പോയതാ? എന്തേ? ഞാൻ പറയാം. ബിസിനസ്സുകാരും സർക്കാർ ഉദ്യോഗസ്ഥരുമായ 2-3 പയ്യന്മാരുണ്ട്. അടുത്ത ആഴ്ച കാണാൻ വന്നോട്ടെ എന്നൊക്കെയല്ലേ. എന്റെ അച്ഛനായോണ്ട് പറയല്ല കേട്ടോ. ഡോക്ടറിൽ കുറഞ്ഞ ഒരാളെ എന്റെ അച്ഛനെ ബോധിക്കൂല. ഡോക്ടറാണ്. തൃത്താല ഗവൺമെന്റ് ഹോസ്പിറ്റൽ, വയനാട്. ഏക മകൻ. 8 മൂട മാത്രമുള്ള സ്വത്ത്. എന്നാ പിന്നെ നമുക്ക് ആലോചിക്കാം അല്ലേ അമ്മേ? പോടി അവിടുന്ന്. വേണായിട്ടും വൈകുന്നേരം വന്നോ? ഇച്ചായനെ ഇവിടെ കാണും. എന്നാ ശരി, വൈകിട്ട് കാണാം. രമേശ് ചേട്ടാ, ഹോസ്പിറ്റലിലേക്ക് പോകാം. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് സതീഷ് വെട്ടുപാറ. ബഹുമാനരായ കോളനി നിവാസികളെ, ഇങ്ങനെയൊരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. കാലാകാലങ്ങളായി ഈ പ്രദേശത്ത് മദ്യവും മയക്കുമരുന്നും വിളയാടുകയാണ്. ഈ ഒരു പ്രശ്നം നാം ഇനിയും കണ്ടില്ലെന്നു നടിച്ചാൽ നാം നമ്മുടെ തലമുറയ്ക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി നമ്മളെല്ലാവരും ഒപ്പിട്ട ഒരു പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട MLAയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് മേധാവിക്കും നാം ഇന്ന് നൽകുകയാണ്. മദ്യവും മയക്കുമരുന്നും വിൽക്കുന്ന തൊമ്മിച്ചിനെ പോലുള്ളവരെ ജയിലിലടയ്ക്കുന്നതുവരെ ഞാനുണ്ടാകും നിന്റെ കൂടെ. സതീഷ്, നീ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഈ അനീതിക്കെതിരെ പോരാടാൻ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു സമൂഹം മൊത്തം എൻ്റെ കൂടെയുണ്ടെന്ന വിശ്വാസം. അമ്മേ, എൻ്റെ ഷർട്ട് അയൺ ചെയ്തോ? എനിക്ക് വയ്യ. വീട്ടിലെ പണിയും അടുക്കളപ്പണിയും അതിനിടയ്ക്ക് നിന്റെ കാര്യങ്ങളും കൂടെ നോക്കാൻ. നിന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ പിള്ളേർ എത്രയെന്ന് അറിയോ? എൻ്റെ അമ്മേ,
മനസ്സിനാണെങ്കിൽ ഒരാളെ കിട്ടണ്ടേ? മനസ്സിനിണങ്ങിയ ആരാളുണ്ടെങ്കിലോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്റെ അമ്മേ, കഴിഞ്ഞ ആഴ്ച എന്റെ കൂട്ടുകാരുടെ അമ്മയെ കാണാൻ ഞങ്ങൾ മറുതക്കര ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ? ആ, അപ്പോഴല്ലേ രസം. നമ്മുടെ ബഹുമാനപ്പെട്ട CA സാറ് തന്റെ ഔദ്യോഗിക വാഹനത്തിനടുത്ത് അങ്ങനെ നിക്കണേ. അതിനെന്താ കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമില്ല, കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. പെണ്ണോ? അതെ, ഇനി പനി ജലദോഷമൊക്കെ വന്നാ ഹോസ്പിറ്റലിൽ പോവണ്ടാന്ന്. മോനെ, ഡോക്ടറാണോ അവള്? എൻ്റെ അമ്മേ, ഒരു കേസിന്റെ ഡീറ്റെയിൽ എടുക്കാൻ പോയപ്പം കണ്ടതാവളെ. ഏതായാലും നീ പെണ്ണ് കിട്ടാൻ തീരുമാനിച്ചല്ലോ, അമ്മയ്ക്ക് അത് മതി. അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. നമ്മളെ കാന്താരി കുട്ടിക്കും കൂടി ഒരു ചെക്ക സെറ്റ് ആവട്ടെ, എന്നിട്ട് മതി. അയ്യടാ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ആരാ മോളെ? ആരായിരിക്കും? എൻ്റെ അമ്മോ, DGP കുരുവിള സാർ. സാറേ, ഗുഡ് മോർണിംഗ്. ആ, ഓക്കെ സാർ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ഓണ്ട കണ്ണി. വെയിറ്റ് ചെയ്യ്, പോരാ. ശരി സാർ. വാക്കർ, ഇയാളിപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടോ? അങ്ങനെ വിടാൻ പറ്റുമോ? വാ, ഇരിക്കി. ഒരു കണക്കിന് താനിങ്ങോട്ട് സ്ഥലം മാറി വന്നത് നന്നായി. സത്യസന്ധരായ പോലീസ് ഓഫീസേഴ്സിന് എവിടെയാണോ നിക്കക്കളി ഉണ്ടാവുക? അത് ശരിയാ. മാറി മാറി വരുന്ന രാഷ്ട്രീയ കോമാളികളുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ പിന്നെ പറയണോ? അതും ശരിയാ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ജോലി ചെയ്യാൻ പറ്റി. ഇപ്പോൾ DGP ആയി സ്വന്തം നാട്ടിലും എത്തി. യെസ്. സിറ്റിയിൽ മകളുടെ പേരിൽ പണിയുന്ന ഹോസ്പിറ്റലിന്റെ വർക്ക് എവിടെ വരെ എത്തി? ഇലക്ട്രിക് വർക്കും പ്ലംബിങ്ങും പൂർത്തിയായാൽ അടുത്ത ഇലക്ഷന് മുന്നേ ഉദ്ഘാടനം. ആ, താൻ ഇന്ന് വന്നത് നന്നായി. CA വിനോദ് തമ്പാൻ വരുന്നുണ്ട്. തന്നെ നേരിട്ടൊന്ന് പരിചയപ്പെടുത്താമല്ലോ. ചായ കഴിക്കൂ. ആളെ 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പ്രതിപക്ഷത്തിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ ലാത്തി കൊണ്ട് ഒതുക്കിയവനാ. മിടുക്കനാ, മിടുക്കൻ. ഞാനിത് കൊളുത്തുന്നതിനെ കൊണ്ട് നിനക്ക് വല്ല വിഷമമുണ്ടോ? ഉണ്ടെങ്കിലേ നീ അങ്ങ് സഹിച്ചേരെ. ഇങ്ങനെയൊരു ശീലം 5-8 വർഷം മുമ്പേ എനിക്കും ഉണ്ടായിരുന്നു. ഒരു ചുമ വന്നപ്പോൾ ഡോക്ടർ അങ്ങ് നിർത്താൻ പറഞ്ഞു. ലക്ഷ്മി, നോക്ക്. താങ്ക്സ്. കുടിക്കാൻ എന്തെങ്കിലും? ഏയ്, ഒന്നും വേണ്ട. എന്തിനാ സാർ എന്നെ വിളിപ്പിച്ചേ? ലഹരിമുക്ത സംസ്ഥാനം CMന്റെ സ്പെഷ്യൽ ഓർഡറാണ്. എല്ലാ ചെക്ക് പോസ്റ്റിലും ജാഗ്രത വേണം. സാർ പ്ലീസ്. ഈ പുകവലിക്കുന്നത് ഇവനാള് വിദേശിയാ, കാസിൻ. കേരളത്തിൽ 2-3 ആൾ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, അത്രയും കോസ്റ്റ്ലിയാണ്. ഇദ്ദേഹത്തെ തനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അറിയാം സാർ. നാറുവിലേക്ക് ഇതുകൂടി വെച്ചോ. ഞങ്ങൾ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാ. റിയലി? യെസ്. അധികാര കസേരയുടെ മുന്നിലും പിന്നിലുമായി 10-20 വർഷം. അതിൻ്റെ അനുഭവത്തിൽ രൂപം കൊണ്ട ജീവിതം. ഒറ്റയാൻ എന്ന ആത്മകഥാ രൂപത്തിൽ അടുത്ത ആഴ്ച പുറത്തിറങ്ങുന്നു. ആ ചടങ്ങിലേക്ക് പ്രിയ സുഹൃത്തിനെ ക്ഷണിക്കാനാണ് ഞാനിവിടെ എത്തിയത്.
അപ്പോഴാണ് അറിഞ്ഞത് താനിവിടെ വരുന്നുണ്ടെന്ന്. താൻ കഥ പറഞ്ഞിരിക്കാതെ ആ കോപ്പി അവന് കൊടുക്കടോ. ഒറ്റയാൻ ആത്മകഥ. സർ, നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ പലതവണ സർ വിദേശത്ത് പോയതിനെപ്പറ്റി ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തും എത്തുന്ന ലഹരി വസ്തുക്കളുടെ സ്ഥിരാകേന്ദ്രം അങ്ങ് സലൂഷ്യയിൽ നിന്നാണെന്ന്. നിർത്തണം. താൻ ആരെ പറ്റിയോടെ സംസാരിക്കുന്ന അറിയോ? അവൻ പറയട്ടെടോ, അവൻ പറയട്ടെ. എൻ്റെ കഴിഞ്ഞ കാലം ജനങ്ങൾ എന്നേ മറന്നു. പക്ഷേ നിനക്കിപ്പോഴും അത് ഓർമ്മയുണ്ടല്ലേ? മിടുക്കൻ, മിടുക്കൻ. സർ, 10 മണിക്കൊരു കോൺഫറൻസ് ഉണ്ട്, പൊതുജനങ്ങളും നിയമങ്ങളും. അപ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കളും സംസാരിച്ചിരിക്കും. ഇന്നലെ രാത്രിയിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടായോ? സർ, ഇന്നലെ രാത്രിയിൽ നൈറ്റ് പെട്രോളിങ്ങിനിടയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ 2 പേരെ അമ്പലത്തിനടുത്ത് വെച്ച് കാണുകയുണ്ടായി. അവരെ പിന്തുടർന്നെങ്കിലും പിടിക്കാൻ പറ്റിയില്ല. ഓടി രക്ഷപ്പെട്ടു. തിരിച്ചറിയാൻ പറ്റിയോ? തിരിച്ചറിയാൻ പറ്റിയില്ല. വേറെ വല്ല വിശേഷങ്ങളും അല്ല, ഉണ്ടായോ? 2 പേര് വേറെ ഉണ്ടായിരുന്നു. അവർ ഇവരെ കൂടെ ഉള്ളതാണെന്ന് അറിയില്ല. അവർ ബൈക്ക് കയറി രക്ഷപ്പെട്ടു. 2 പേരോ? അവരെ പിന്നീട് തിരിച്ചറിയാൻ പറ്റിയ എന്തെങ്കിലും? ഒന്നുമില്ലല്ലേ? ആരവൻ? അവൻ ഇന്നലെ സിറ്റി ബസ്സിൽ നിന്ന് 2.5 പവൻ്റെ മാല മോഷ്ടിച്ചതാണ് സാറേ. അവനെ എൻ്റെ ക്യാബിലേക്ക് കൊണ്ടുപോവാ. എന്താടോ പേര്? കോമളൻ. പേര് കോമളൻ, ചെയ്യുന്ന ജോലി മോഷണം. താൻ ആളെ കൊള്ളാലോ. സത്യമായിട്ട് മാല മോഷ്ടിച്ചത് ഞാനല്ല സാറേ. പിന്നെ വഴിയെ പോണവരെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതാണോ പോലീസിൻ്റെ പണി? പണ്ട് മോഷണം പിടിച്ച് കുറേ കണ്ടായിരുന്നു സാറേ. ഇപ്പോൾ ഇപ്പം കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് കഴിയാണ്. ആണോ? അതെ സാറ്. സത്യമാണോ? എന്താ സതീഷ് വെട്ടുവാറ വിശേഷങ്ങൾ? CI സാർ ഉണ്ടോ സാർ? ഉണ്ടല്ലോ, ഒന്ന് ചെല്ലു. ഇരിക്കി. പിന്നെ ഇയാളെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എഴുതിയെടുത്തിട്ട് പറഞ്ഞേച്ചേക്ക്. ശരി സാർ. സാർ, ഒരു പരാതിയുണ്ട് സാർ. ചക്കരത്തോട് കോളനിയിലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അഴിഞ്ഞാട്ടം തടയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമൂഹം തന്നെ നശിച്ചു പോകും സാർ. സാർ, മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ ഇന്ന് മയക്കുമരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. സാർ, മാറി മാറി വരുന്ന പോലീസ് ഓഫീസേഴ്സിന് പരാതി നൽകുക എന്നല്ലാതെ ഇന്നേ വരെ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ല സാർ. ഇതിനെല്ലാം കാരണക്കാരൻ അവൻ ഒറ്റൊരുത്തനാ, കടവിൽ തൊമ്മിച്ചൻ. കടവിൽ തൊമ്മിച്ചൻ? നിങ്ങൾ പോയിക്കോ. ഈ തൊമ്മിച്ചൻ ആളെങ്ങനെ? ഇല്ലായ്മയിൽ നിന്നും പന പോലെ വളർന്നവൻ, ഏക്കർ കണക്കിന് സ്വത്തും പണവും സ്വാധീനവുമുള്ളവൻ. അവനെ കയറി ചൊറിയാന്ന് പറയുമ്പോൾ കടവിൽ തൊമ്മിച്ചൻ, ചക്കരത്തോട് കൊള്ളി. നമുക്കൊന്ന് അവിടെ വരെ പോകണല്ലോ സാർ. അത് പിന്നെ താൻ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറ. എന്താ സാറന്മാരൊക്കെ ഈ വഴിക്ക്? മുതലാളിമാരെ കാണാൻ നേരിട്ട് വന്നല്ലേ പറ്റൂ.
അപ്പോ വെറുതെ വന്നതല്ല അല്ലേ സാറേ? സാധാരണ ഞാൻ ഏമാമാരെ അവിടെ വന്ന് കാണാറാ പതിവ്. ഇതിപ്പോ CI സാറ് നേരിട്ട് വന്ന സ്ഥിതിക്ക്. എടാ മണിയാ, തൊമ്മിച്ചൻ ഈ നാട്ടുകാർക്ക് ദൈവമാണെന്നുള്ള കാര്യം CI സാറിന് അറിയില്ല എന്ന് തോന്നുന്നു. അറിയാം. ഈ നാട്ടിലെ പാവപ്പെട്ടനും പണക്കാരനും രാഷ്ട്രീയക്കാരനും മദ്യവും പണം കൊടുത്ത് നിന്റെ വരിലാക്കുന്ന സത്യം. പക്ഷേ അതേ നാണയത്തിൽ നീ എന്നെ കണ്ടുവെങ്കിൽ തെറ്റി തോമിച്ച ഇവിടുന്ന് പോകുമ്പോൾ നിന്നെ കൊണ്ട് ഞാൻ പോകും. എടാ മണിയാ, CI സാർ ആള് കൊള്ളാലോ. എടുത്ത് കയറടോ ഇയാളെ വണ്ടിയിൽ. അങ്ങോട്ടേ എന്തിനാ എന്റെ പിടിച്ചോണ്ട് പോകുന്നത്? വീട്ടിൽ വെച്ച് നിൽക്കുമ്പോ ആലോചിക്കണായിരുന്നു പോലീസ് വരുമെന്ന്. നമ്മൾ തൊമ്മിച്ചനെ പോലീസ് നോക്കി. ആരാ നമ്മെ ഒറ്റിക്കൊടുത്തത്? സതീഷ് വെട്ടുപാറ. കാര്യങ്ങളെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നാണ് തോന്നുന്നത്. എനിക്കും അത് തോന്നായികയില്ല. പ്രത്യേകിച്ച് തൊമ്മിച്ചൻ പിടിയിലായ സ്ഥിതിക്ക് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും CI വിനു തമ്പാൻ ചോർത്തി കാണും. തൊമ്മിച്ചനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. അവനവിടെ നിന്നാൽ നമ്മളെ ബിസിനസ്സിനെ ബാധിക്കും. പിന്നെ ഞാൻ ഇന്നോളം സമ്പാദിച്ച കോടികൾ, ബിസിനസ്സുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെ പലതും എല്ലാം എല്ലാം. സാറേ, സതീഷ് വെട്ടുപാറയെ അങ്ങ് തട്ടിയേക്കട്ടെ. ആയിട്ടില്ല. തൊമ്മിച്ചനൊന്ന് ജാമ്യത്തിലിറങ്ങട്ടെ. അതുകൊണ്ട് നമുക്കെന്ത് ഗുണം? ഗുണമുണ്ട്. പക്ഷേ CI വിനു തമ്പാൻ, അവൻ്റെ കാര്യം ഓർത്ത് സാറ് വിഷമിക്കണ്ട. അവൻ എനിക്ക് വിട്ടേക്ക്. അക്കാര്യം ഞാനേറ്റു. മിടുക്കൻ, മിടുമിടുക്കൻ. എന്താടോ ഇന്നൊരു മൂഡ് ഔട്ട്? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലാതെ പിന്നെ ചെറപറ വർത്താനം പറഞ്ഞിരിക്കുന്ന നീ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവ് എടുത്താലോ എന്ന് ആലോചിക്കുക. നല്ല കഥയായി. അറിയാലോ ഹോസ്പിറ്റലിലെ തിരക്ക്. അറിയാഞ്ഞിട്ടല്ല ചേച്ചി. പിന്നെ വിനു തമ്പാനെ കാണാഞ്ഞിട്ടാണോ? ഏയ് അതൊന്നുമല്ല, വീട്ടിലോരോ കാര്യങ്ങൾ ആലോചിച്ച്. കടവിൽ തൊമ്മിച്ചന്റെ മകൾക്ക് സങ്കടോ? ആട്ടെ, എന്താ നിന്റെ പ്രശ്നം? നാളെ പറയാം ചേച്ചി. എങ്കിൽ ശരി, മോൻ വരുന്നുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. അമ്പലത്തിനടുത്ത് വെച്ച് കണ്ട കള്ളന്മാരെ പാറക്കടവ് പാലത്തിനടുത്ത് വെച്ച് കണ്ടവരുണ്ട് സാർ. മാരകായുധങ്ങളുമായിട്ടാണ് സാർ അവരെ സഞ്ചാരം. അങ്ങനെയാണെങ്കിൽ എല്ലാ ജംഗ്ഷനിലും മഫ്റ്റിയിൽ പോലീസുകാർ നിർത്തണം. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അറിയിക്കണം. സാർ. സർ ഫോൺ. ആരാ? ഒരു നാൻസി തൊമ്മിച്ചൻ. ഹലോ വിനുവേട്ടാ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പോഴോ? ആ, ഞാൻ ചെട്ടിക്കടവ് പാലത്തിനടുത്തുണ്ടാകും. ആ ശരി, വരാം. നാൻസി, അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണോ ഇത്ര സങ്കടം? ഇതിനു മുമ്പും 1-2 തവണ അച്ഛൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അന്നേ ബാംഗ്ലൂരിലെ MBBS പഠിക്കുന്ന കാലം. അന്നൊക്കെ എത്ര സിമ്പിളായിട്ടാണ് അച്ഛൻ പുറത്തിറങ്ങിയത്.
അത്രയ്ക്കും പവറാ കടവിൽ തൊമ്മിച്ച എന്ന നിന്റെ അച്ഛന്. എന്താണ് ഡിയറസ്റ്റ് നാൻസി തൊമ്മിച്ചിന് പറയാനുള്ളത്? ഈ നാൻസി തൊമ്മിച്ചൻ എന്നാണ് നാൻസി വിനുത്തമ്പാനാകുന്നത്? ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതെങ്ങനെ? നമ്മളന്ന് ഹോസ്പിറ്റലിൽ സംസാരിച്ചില്ലേനു? അതെ. അത് പെങ്ങളൂട്ടി കണ്ടിട്ടുണ്ട്. അവൾ അത് വള്ളി പുള്ളി വിടാണ്ട് നേരെ വീട്ടിലെത്തിച്ചിട്ടുമുണ്ട്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? സന്തോഷം, ഒരുപാട് സന്തോഷം. എന്ന് വെച്ചാൽ ഈ കയ്യും പിടിച്ച് ഇപ്പം വീട്ടിൽ ചെന്ന 2 കൈയും നീട്ടി സ്വീകരിക്കും എൻ്റെ അമ്മ. സത്യമായിട്ട് എനിക്ക് അമ്മയെ കാണാൻ കൊതിയാകുന്നു. എനിക്കും അതെ. എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞേ? പരിചയപ്പെട്ട നാൾ മുതൽ പറയണമെന്ന് കരുതിയതാ. സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഞാനെങ്ങനെയാ ഇവിടെ വരെ എത്തിയെന്നറിയോ? എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എൻ്റെ അതന്നെ കേട്ടോ. പക്ഷേ അച്ഛൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത മാർഗം. നീ എന്തൊക്കെയാ പറയണത്? യെസ്, നിങ്ങൾ അറസ്റ്റ് ചെയ്ത കടവിൽ തൊമ്മിച്ചൻ എൻ്റെ അച്ഛനാ. എൻ്റെ അച്ഛൻ മദ്യം വിറ്റു എന്നത് ശരി തന്നെ. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും എൻ്റെ അച്ഛനല്ല. അച്ഛൻ്റെ പേരും പറഞ്ഞ് വിൽക്കുന്നതിന്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്. ആരാണവർ? MLA ശങ്കർ പൊതുവാളിന്റെ വലങ്കൈകൾ. എൻ്റെ അച്ഛൻ നിരപരാധിയാ. എങ്ങനെങ്കിലും രക്ഷിക്കണം. ഇന്ന് ശനിയാഴ്ച. മറ്റ് നിയമതടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ തിങ്കളാഴ്ച ജാമ്യം കിട്ടും. എനിക്കറിയാം ഈ മനസ്സ് നിറയെ എന്നുള്ള സ്നേഹമാണെന്ന്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുടിക്കാനല്ല, എനിക്ക് വലിക്കാനാണ് വേണ്ടത്. തൊമ്മിച്ചൻ്റെ ബിസിനസ്സിൽ കല്ലും മണ്ണും വായിടാൻ ചില സാംസ്കാരിക നായന്മാർ ശ്രമിക്കുന്നുണ്ട്. നോക്കിയും കണ്ട് നടന്ന റേഷനറി തിന്ന് ജീവിക്കാം. അറിഞ്ഞോ, നമ്മുടെ സതീഷ് വെട്ടുവാർ മരിച്ചു. ആണോ? ഇവിടെ സംഭവം അതറിഞ്ഞൂടാ, കൊലപാതകമാണെന്നാ തോന്നുന്നത്. അവന്റെ മുഖ്യ ശത്രു തൊമ്മിച്ചനായിരുന്നല്ലോ. തൊമ്മിച്ചനാണെങ്കിൽ ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. രാമേട്ടാ, എനിക്ക് ചായ വേണ്ട, ഞാനൊന്ന് പോയി നോക്കട്ടെ. നിൽക്കണോ? ഞാനും വരുന്നുണ്ട്. തൊമ്മിച്ചയാ, നീ കിടക്കാതെ കാര്യം പറയടാ. ഇവളെ സതീഷ് പെട്ടുവാറ കൊല്ലപ്പെട്ട്. ആളുകളൊക്കെ അച്ഛൻ്റെ പേരാ പറഞ്ഞു. തൽക്കാലം നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറിയേ പറ്റൂ. ഷിജി, ആ വണ്ടിയുടെ താക്കോൽ എടുത്തേ. എന്നെ അന്വേഷിച്ച് പോലീസ് വരും. ഞാൻ രാവിലെ പോയെന്ന് പറഞ്ഞേക്കണം. ഇച്ചായ, എന്താ കാര്യം? എന്റെ ഈശോയെ, എന്താ കാര്യം? എന്നോടെങ്കിലും ഒന്ന് പറ. എടാ മണി, എന്തെങ്കിലും ഒന്ന് പറയടാ. ആരാണ് ആദ്യം ബോഡി കണ്ടത്? ചിന്നനാണ് സാർ. ഞാനാ സാറേ ചിന്നെ. എപ്പോഴാണ് കണ്ടത് ബോഡി? രാവിലെ കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് ഈ ബോഡി കണ്ടവരോട് കാര്യങ്ങൾ പറഞ്ഞത്.
സാർ. ഹലോ സാർ, നമ്മുടെ സതീഷ് വെട്ടുപാറ കൊല്ലപ്പെട്ടു. കൊലപാതകമാണെന്ന സംശയം. നിങ്ങളൊരു കാര്യം ചെയ്യും, FIR തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിനുണ്ട്. പിന്നെ സംഭവ സ്ഥലത്ത് 2 പോലീസുകാരെ ഡ്യൂട്ടിക്കിട്ട്. സാർ, സംഭവമായി ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? തൊമ്മിച്ചനാണ് സംശയമുണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ സതീഷിന്റെ ഫോണിലേക്ക് വന്ന എല്ലാ കോളുകളും ചെക്ക് ചെയ്യും. സാർ. സമീപത്തുള്ള CC ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യും. സാർ. അപ്പോഴേക്കും ഞാൻ എത്താം. ശരി. തൊമ്മിച്ചനില്ലേ? തൊമ്മിച്ചനോ? തൊമ്മിച്ച മുതലാളി എന്ന് പറയും. അത് നിങ്ങൾക്ക്. ഞങ്ങൾക്ക് കൊലക്കേസ് പ്രതിയാ. കൊലക്കേസ് പ്രതിയോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചേച്ചി, ചേച്ചി, തൊമ്മിച്ചനല്ലേ? ഇച്ചായൻ രാവിലെ പോയതാ. PC അകത്ത് കയറി നോക്ക്. കൊലക്കേസ് പ്രതിയെയാ നിങ്ങൾ ഒളിപ്പിച്ചേ? ഇല്ല, എന്റെ ഇച്ചാൻ ആരും കൊന്നിട്ടില്ല. അതൊക്കെ അങ്ങ് പറയേണ്ടടുത്ത് പറഞ്ഞാ മതി. തൊമ്മിച്ചന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എനിക്കറിയില്ല സാർ. ഇവിടെ ഒന്നും ആരില്ല സാർ. ഇവിടെ വന്നാലേ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറ. ഇതാണ് സാർ ബോഡി കിടന്ന സ്ഥലം. 5 മീറ്റർ അകലെ സതീഷിന്റെ രക്തത്തുള്ളികളും ഒരു ചെരുപ്പും ഉണ്ടായിരുന്നു സാർ. പിന്നെ ഇത് ഫോറൻസിക് ലാബിലേക്ക് ഒന്ന് കൊടുത്തേക്ക്. സതീഷിന്റെ ഫോണിലേക്ക് അവസാനമായി വിളിച്ച ആളെ കണ്ടെത്തിയോ? സർ, സുധി ചുണ്ടന്നൂർ, സതീഷിന്റെ ആത്മസുഹൃത്ത്. എങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ സ്റ്റേഷനിലെത്തിക്കും. ശരി സർ. പറസുതി, ആർക്ക് വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത്? പറ നേതാവേ. അവൻ പറയില്ല സാറേ. അവന്റെ പിറകിലുള്ളത് അത്ര നിസ്സാരക്കാരല്ല. അവൻ പറയും. ഇല്ലെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. പറ സുധി, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എന്തായിരുന്നു നിന്റെ ലാഭം? ഞാൻ പറയാം സാർ, ഞാൻ പറയാം സാർ. കുറച്ച് എങ്കിൽ പറ. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ എനിക്കൊരു സീറ്റ് ഉറപ്പാ. വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലടാ? നീ ജയിച്ചിട്ട് വേണോ നിന്റെ ഡ്രൈവറായിട്ടേക്കുന്ന വിലസായി? ഡ്രൈവറായിട്ടല്ല, എൻ്റെ കൂടെ പിറപ്പായിട്ട്. എൻ്റെ കൂടെ കൂട്ടും നിന്നെ. പക്ഷേ നീ ഈ പറഞ്ഞതും സതീഷിന്റെ മരണവുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഉണ്ട് സാർ. സതീഷ് മരിക്കുന്നത് തൊട്ട് മുന്നേ ബുള്ളറ്റ് സുഖന്നെ കണ്ടിരുന്നു. എന്തിന്? 60 ലക്ഷം രൂപയും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ തൃക്കാഞ്ചിക്കര മണ്ഡലത്തിൽ ഒരു സീറ്റും. അപ്പോൾ അതാണ് കാര്യം. മോഹന വാഗ്ദാനത്തിൽ വാങ്ങി ആത്മസുഹൃത്തിനെ ഒറ്റിക്കൊടുത്തു. എങ്കിൽ പറ, ആരാണ് സതീഷിനെ കൊന്നത്? അത് രാത്രി 10 മണിക്ക്. 10 മണിക്ക് പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയായിരുന്നു.
പുറകുന്നാരോ പെട്ടെന്ന് സതീഷിനെ അടിച്ചു വീതി. അപ്പോൾ താൻ എന്ത് ചെയ്തു? നോക്കി നിന്ന് കാണും. എന്നാലല്ലേ അടുത്ത ഇലക്ഷനിൽ സീറ്റ് ഒപ്പിക്കാൻ കഴിയൂ. സർ, ഫോറൻസിക് റിപ്പോർട്ട്. ഇനി എൻ്റെ സമ്മതം വേണ്ട, സെല്ലിലേക്ക് മാറ്റിയേക്ക്. സർ, നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇവിടുന്ന് വലത്തോട്ട് പോയാലാണ് പാർക്കോറി. പറഞ്ഞ കാര്യം കൃത്യമായി ഞാൻ അവിടെ എത്തിച്ചിരിക്കുന്നു. കണി അത്ര നന്നല്ലല്ലോ സാറേ. വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേക്ക്, സർക്കാരിന്റെ മുതലല്ലേ. നീ എനിക്ക് പണിയൊന്നല്ലടാ. എന്താ സാറേ ഇവിടേക്കൊക്കെ? ഇത് നമ്മുടെ ഏരിയ അല്ലല്ലോ. തമ്പാന ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വെട്ടി വെടിപ്പാക്കിയിട്ടേ പോയിട്ടുള്ളൂ. അപ്പൊ സാറ് കൊണ്ടിട്ടേ പോകൂ. കൊണ്ടിട്ടല്ലടാ, കൊടുത്തിട്ടേ പോവും. സാറേ, ഞാൻ കുറച്ച് വൈകിപ്പോയല്ലേ? ഏയ് ഇല്ല, ഇവനെയല്ല, അവനെ. ബുള്ളറ്റ് സുഖു, അവനാണ് എനിക്ക് കിട്ടേണ്ടത്. എടുത്ത് വണ്ടി കയറ്റിയേക്ക്. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ഇത്രയും ക്രൂരനായിരുന്നു. വിശ്വസിച്ചേ പറ്റൂ സാർ. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ കൃത്യം ചെയ്തത് അവൻ തന്നെ 100% ഉറപ്പാണ്. എങ്കിലെന്തിനാ അറസ്റ്റ് വഹിപ്പിക്കുന്നത്? നമ്മൾ അന്വേഷിക്കുന്നിടത്ത് അവനുണ്ടാവണമെന്നില്ല. പിന്നെ കണ്ടെത്തണം. ഒരു പക്ഷേ ഇന്നൊരു ഫോൺ കോൾ സാർ പ്രതീക്ഷിക്കാം. ശരി, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി ഞാൻ അറിയിക്കാം.
താനൊന്ന് അടങ്ങടോ, ഒന്നില്ലെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നത് നമ്മളല്ലേ. തനിക്കറിയില്ല CA വിനോദ് അമ്പാനെ. എങ്കിൽ വിളിക്കടോ നിന്റെ ആത്മസുഹൃത്തായ അബി കുരുവിളയെ. ഞാൻ അവനെ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്, ഒന്ന് കിട്ടണ്ടേ? ആ, വണ്ടി വന്നിട്ടുണ്ട്. അവനായിരിക്കും. കേറി പോരടോ. താൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഞാനൊരു വല്ലാത്ത ഊരാക്കുടുക്കിൽപ്പെട്ട് കിടക്കടോ. ആ കുരുക്കൊന്ന് മുറുക്കാനാണ് ഞാനിപ്പോൾ വന്നത്. താൻ എന്താ ഈ പറയുന്നത്? യെസ്, കൊല്ലപ്പെട്ട സതീഷ് വിട്ടുപാറ. നീ ഇതെന്ത് അടിസ്ഥാനത്തിലാണോ സംസാരിക്കുന്നത്? കൊല്ലപ്പെട്ട സതീഷ് വിട്ടുപാറ പോലീസിന് നേരിയ സംശയം, അല്ലാതെ മറ്റു തെളിവുകളൊന്നുമില്ലല്ലോ. തെളിവുണ്ടെങ്കിലോ സാർ? സതീഷ് വെട്ടുപാറ കൊല്ലപ്പെട്ടപ്പോൾ സാറോട് പോയിരുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനവിടെ പോയിരുന്നു. അത് രാവിലെയോ അത് രാത്രിയോ? പകൽ. വികസന ഫണ്ടിൽ നിന്നും നാടൊട്ടുക്ക് CC ക്യാമറ സ്ഥാപിച്ചപ്പോൾ ഒരുപക്ഷെ സാർ അറിഞ്ഞു കാണില്ല ഇതുപോലൊരു കെണി. യെസ്, കൃത്യം നടന്ന രാത്രി KL11B 3281 എന്ന വാഹനം ചക്കരത്തോട് കോളനിയിൽ എത്തിയിട്ടുണ്ട്. എന്താ സാർ, അത് ഓടിച്ച സാറല്ല എന്ന് തോന്നുന്നുണ്ടോ? സാർ, ഫോറൻസിക് റിപ്പോർട്ട്. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം സംഭവ സ്ഥലത്തു നിന്നും സാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാസിൻ എന്ന സിഗരറ്റും അന്നൊരിക്കൽ സാറെ എനിക്ക് സമ്മാനിച്ച ഒറ്റയാൻ എന്ന കഥാബുക്കിലും ഒരേ ഫിംഗർ പ്രിന്റ്. സന്തോഷ്, അവരെങ്ങ് കൊണ്ടുപോവാ. അങ്ങോട്ട് മാറി നിൽക്കടാ. അഴിമതിയുടെ ഒരു വീതം കൊണ്ട് തീറ്റിപ്പോറ്റിയ സാറിൻ്റെ വലങ്കൈകൾ എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു സാർ. ഇനി ഒന്നുകൂടി ബാക്കി. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം സതീഷ് വെട്ടുപാറ കൊല്ലപ്പെട്ടത് ഹൃദയത്തിനേറ്റ ആഴത്തിലുള്ള മുറിവ്. എങ്കിൽ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം? ശരിയാ, ഇതെല്ലാം ചെയ്തത് ഞാനാ. പക്ഷേ നീ വിചാരിച്ചാൽ എന്നെ ഒന്ന് രക്ഷിച്ചൂടെ? സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല പോലീസ് ഓഫീസർക്കുള്ള അവാർഡ് വാങ്ങിയ ഞാൻ നിന്റെ ഈ വൃത്തികേടിന് കൂട്ടു നിൽക്കണോ? മിസ്റ്റർ വിനോദ് അമ്പാൻ, ഇയാളെ കൊണ്ടുപോയിക്കോളൂ. ഇത്രയും കാലം ഈ കൊലയ്ക്ക് പിന്നിൽ നിങ്ങളാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ നിങ്ങളെ മറന്നു, സമൂഹത്തെ മറന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അത് തെളിയിക്കാൻ ഈ സാറ് വേണ്ടി വന്നു. അതിൽ കാരണക്കാരി എൻ്റെ ഈ മകളും. അതെ, എൻ്റെ മോൾക്ക് ഇവനിഷ്ടാ. ഇനി നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ നാടറിഞ്ഞൊരു കല്യാണം. തൊമ്മിച്ചായ, അതുവരെ ഇവരൊന്ന് അടിച്ച് പൊളിച്ച് നടക്കട്ടെ.